ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. നമുക്കൊരു കുട്ടി വർക്ക് നോക്കാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു വർക്കാണ്. അപ്പം സാറ്റിൻ റിബൺ വെച്ചിട്ടും ഓർഗൻസ റിബൺ വെച്ചിട്ടും ഒക്കെ സെയിം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതിന് മുന്നേ ഈ വർക്കുകൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്, ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടും ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ചില മോഡൽസ് എല്ലാ റിബൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലത് കട്ടിയുള്ള റിബണിൽ ചെയ്താലേ ശരിയാവുള്ളൂ, അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഏത് ടൈപ്പ് റിബണിലും ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് എന്തൊക്കെ ടൈപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മോഡൽസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ കിട്ടും കേട്ടോ. ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കിറ്റ് വെച്ചിട്ട് എത്ര ബോ, അതായത് ടോട്ടൽ 10 ബോയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 10 പീസ് ബോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ മോഡൽസാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, കിറ്റ് വാങ്ങിച്ചാൽ എങ്ങനെയാണ് ഇത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മോഡൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ടും കൂടി ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. മുമ്പ് നമ്മളൊരു ഓർഗൻസ റിബണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെയും ഇതുപോലെ എല്ലാം മോഡൽസും ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് യൂസായി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, ഇതെന്തായാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു ഫ്ലവറോ 2 ഫ്ലവറോ അല്ലെങ്കിൽ ആ ഒരു ബോ മൊത്തത്തിൽ കവർ ചെയ്തിട്ടോ നമുക്കിതുപോലുള്ള കുട്ടി കുട്ടി ഫ്ലവേഴ്സ് മേക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഫ്ലവറാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ സെയിം മോഡൽ വെച്ചിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പോ ടിക് ടാക് സ്ലൈഡോ അല്ലെങ്കിൽ ഹെയർ ബണ്ണോ ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ അരികെ ഉരുക്കി കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അരികെ ഉരുക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബണിനെക്കാട്ടി പെട്ടെന്ന് ഈ ഒരു ടൈപ്പ് ഗ്രോസ് ഗ്രെയിൻ റിബണിൻ്റെ അരികെ ഉരുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂല് ഇളക്കി പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനേ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് ഇതിലേക്ക് ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഗ്ലൂ യൂസ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് വേണം ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അടിഭാഗത്തും കൂടി ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസിൻ്റെ മേക്കിങ്ങും ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെയും ഓൺലൈൻ ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് അത് തുടങ്ങിയില്ലേ, ഇനി ചേരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അത് ചേരാനുള്ള അവസരമുണ്ട്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ 1 മാസത്തെ കോഴ്സാണ്. 500 രൂപയാണ് ഫീസ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എൻ്റെ നിന്ന് തന്നെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രോക്കിൻ്റെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരും. അത് ഇപ്പോൾ കോട്ടൻ്റെ ഫ്രോക്ക് മുതൽ നമുക്ക് പാർട്ടി വെയർ ഡ്രസ്സുകൾ വരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, മോഡൽസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഈ ഒരു ഫ്ലവറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് 45 രൂപയ്ക്കൊക്കെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 45 രൂപയുടെ പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്താൽ എത്ര രൂപ ലാഭം കിട്ടും എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആദ്യം ഒന്ന് അതായത് ബോയിലേക്ക് നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ബീഡ്സോ അല്ലെങ്കിൽ പോളനോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 2 ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിതിന് മുന്നേ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാനാട്ടോ. അതുപോലെ ഒത്തിരി മോഡൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് മോഡൽസ് കിടപ്പുണ്ട് കേട്ടോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ സെയിലാവുന്ന ടൈപ്പ് ഒരുപാട് മോഡൽസ്, വെറൈറ്റി മോഡൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പ് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്ലവേഴ്സ് മാറ്റി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഈ കാണിച്ചു തരുന്നത്. ഇതുപോലെയുള്ള
കുട്ടി കുട്ടി വർക്കുകൾ നമുക്ക് ചെയ്യാം. ഒറ്റ ഫ്ലവറായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ പ്ലാസ്റ്റിക് ബോയിലും ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക് ബോയിൽ ചെയ്തേക്കുന്നത്. ഈ ഒരു ടൈപ്പാണ് കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.